നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം താറുമാറായതിനെ തുടർന്ന് കൂടുതൽ വിവാദങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ബംഗ്ലാദേശ് പേസ് ബോളറായ മുസ്താഫിസുർ റഹ്മാനെ IPL നിന്നും നീക്കാൻ തന്നെ BCCI തീരുമാനിച്ചു. അതുതന്നെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം MSK വരികയാണ്. MSK നമസ്കാരം. ഇപ്പോൾ അസാധാരണമായ നടപടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുസ്താഫിസുറിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ബംഗ്ലാദേശ് മീഡിയയ്ക്ക് കൊടുത്ത അവരെന്നെ പുറത്താക്കിയാൽ ഞാനെന്ത് ചെയ്യാനാണെന്ന് വളരെ നിസ്സഹായതയോടെ ചോദിക്കുകയാണ് അദ്ദേഹം. ഇത്തരത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സ്പോർട്സിലേക്ക്, ക്രിക്കറ്റിലേക്ക് കലരുമ്പോൾ എന്താണ് MSK പറയാനുള്ളത്? തീർച്ചയായിട്ടും രാഷ്ട്രീയം ഒരിക്കലും സ്പോർട്സിലേക്ക് കളരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം രാഷ്ട്രീയം വരുമ്പോൾ നമ്മളറിയാം, ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ നമ്മളെപ്പോഴും ആവേശത്തോടു കൂടി കണ്ട മത്സരങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് യുദ്ധങ്ങളുടെയും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഈ മത്സരങ്ങൾ നമ്മൾ ഒരുപക്ഷെ ഒരു ICC ഇവൻസിലോ അല്ലെങ്കിൽ ഏഷ്യ കപ്പ് പോലുള്ള ഇവൻസിലോ ഒക്കെ മാത്രമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, ആ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പല താരങ്ങളും ഉദയം ചെയ്തതും അവരുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ളതും ഈ ഇന്ത്യ പാക് മത്സരങ്ങളിലാണ്. ഇപ്പോൾ നിലവിൽ ഈ ഇന്ത്യ ബംഗ്ലാദേശ് സംഘർഷം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഷാറുഖ് ഖാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു മുസ്താഫിസുർ റഹ്മാനെ ഈ വർഷം കഴിഞ്ഞ മിനി ഓപ്ഷനിൽ 9.2 കോടി രൂപ കൊടുത്ത് ടീമിലെടുത്തത്. 2 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന് അടിസ്ഥാന തുകയുണ്ടായിരുന്നത്. അപ്പം അത്രയും കോടി രൂപ കൊടുത്ത് ഇദ്ദേഹത്തെ ടീമിലെടുക്കുമ്പോൾ ഷാറുഖ് ഖാൻ്റെയും KKRൻ്റെയും ലക്ഷ്യം എന്നുള്ളത് സ്പെൻസർ ജോൺസൺ പോലുള്ളവർ അവർ ലേലത്തിൽ കൈവിട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു പകരക്കാരനായ ഒരു വിദേശ പേസ് ബോളർ ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് മുസ്താഫിസുർ റഹ്മാൻ എടുത്തിരിക്കുന്നത്. ഈ മുസ്താഫിസുർ റഹ്മാൻ്റെ പ്രതികരണം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ ശാന്തനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരിക്കലും പൊതുവെ ബംഗ്ലാദേശ് താരങ്ങൾ ഓവർ അഗ്രഷനൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ കളിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. നമുക്ക് അത്തരത്തിലൊക്കെ വിഭിന്നമായിട്ട് വളരെ ശാന്തനാണ്, വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. ഒരുപാട് ആരാധകരുണ്ട് ഇന്ത്യയിൽ. അതായത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഈ ഡെത്ത് ഓവറുകളിലും അതുപോലെ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ബംഗ്ലാദേശിന് വേണ്ടിയും ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ബോളറാണ് മുസ്താഫിസുർ റഹ്മാൻ. ഈ IPL മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ എല്ലാ T20 ഫോർമാറ്റിലും പല ഫ്രാഞ്ചൈസ്, ബിഗ് ബാഷിലടക്കം അല്ലെങ്കിൽ മറ്റ് ബംഗ്ലാദേശി പ്രീമിയർ ലീഗ്, PSL, അങ്ങനെ ഒരുവിധം പല ഫോർമാറ്റിലും പല രാജ്യങ്ങളിലെയും IPL അല്ലെങ്കിൽ ഈ T20 ഫോർമാറ്റിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. വളരെ ശാന്തനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് സംസാരിക്കട്ടെ എന്ന് കരുതുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു വിവാദം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എന്നുള്ളത് പോലും മഹേന്ദ്ര സിംഗ് ധോണി മുമ്പൊരു മത്സരത്തിൽ അദ്ദേഹം പന്തെറിഞ്ഞ് ധോണി റണ്ണിന് വേണ്ടി ഓടുന്ന സമയത്ത് അദ്ദേഹം മുമ്പിൽ വന്നു നിന്നു, ധോണി അദ്ദേഹത്തെ ഇടിച്ചിട്ടു എന്ന തരത്തിലായിരുന്നു. പക്ഷേ ആ വിഷ്വൽ കണ്ടാൽ നമുക്കറിയാം അദ്ദേഹം ഒരിക്കലും ഫോഴ്സ്ഫുള്ളിയോ അല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ ധോണി പോകുന്ന വഴിയിൽ നിന്ന ഒരു താരമായിരുന്നില്ല. ധോണി ഓടുന്ന സമയത്ത് അദ്ദേഹത്തെ തട്ടിയിടുന്നു, ആ രീതിയിലാണ്. പക്ഷേ അതിന് CSKയും ധോണിയും പിന്നീട് പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2023-24 സീസണിൽ CSK തന്നെയായിരുന്നു മുസ്താഫിസുർ റഹ്മാനെ വിളിച്ചെടുത്തത്. ആ സമയത്തുള്ളൊരു ജിഫ് ഭയങ്കരമായിട്ട് വൈറലായി. ചെന്നൈ പോസ്റ്റ് ചെയ്തൊരു ജിഫ് ഉണ്ടായിരുന്നു. അതിൽ മുസ്താഫിസുർ റഹ്മാൻ അന്നത്തെ ആ ഒരു കൊളീഷൻ ടു കോalition എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര രീതിയിൽ വൈറലായിരുന്നു. CSK മുസ്താഫിസുർ റഹ്മാൻ അവരുടെ ടീമിലെടുത്തപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളൊക്കെയും CSKയുടെ ഫാൻസായി മാറുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു. CSK ഏത് പോസ്റ്റ് ഇടുകയാണെങ്കിലും അത് മില്യൺ കണക്കിന് ലൈക്സും ഫോളോവേഴ്സൊക്കെ ലഭിക്കുന്ന ഒരു ഷെയറൊക്കെ ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ ഈ വർഷത്തെ സിറ്റുവേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ മുസ്താഫിസുർ റഹ്മാൻ മാത്രമാണ് IPL കളിക്കുന്ന ഏക ബംഗ്ലാദേശി പ്ലെയർ. മുമ്പ് ഷാക്കിബുൽ ഹസൻ കളിച്ചിരുന്നു, അങ്ങനെയുള്ള താരങ്ങളൊക്കെ കളിച്ചിരുന്നു. മഷ്റഫെ മുർത്താസ് കളിച്ചിരുന്നു ഏതൊരു സീസണിൽ. പക്ഷേ ഈ ഷാക്കിബുൽ ഹസൻ മാത്രമാണ് ബംഗ്ലാദേശിൽ നിന്നും വന്ന് ഈ IPL സ്വന്തമായൊരു മേൽവിലാസം ഉണ്ടാക്കിയൊരു താരം. അതിനുശേഷം മുസ്താഫിസുർ റഹ്മാനാണ് ബംഗ്ലാദേശിൽ നിന്നും IPL കളിക്കുന്ന താരം. നമുക്കറിയാം മറ്റൊരുപാട് താരങ്ങൾ ബംഗ്ലാദേശി താരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു നാഗിൻ ഡാൻസ് ഒക്കെ വലിയ വിവാദമായിരുന്നു. അതായത് ഇന്ത്യൻ ആരാധകരെയും ഇന്ത്യൻ കളിക്കാരെയൊക്കെ പ്രകോപിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ബംഗ്ലാദേശി കളിക്കാരുടെ പലപ്പോഴും ഉണ്ടായിരുന്നു. മുഷ്ഫിഖുർ റഹീമൊക്കെ അങ്ങനെയുള്ള നാഗിൻ ഡാൻസ് ഒക്കെ കളിച്ചൊരു ചരിത്രം ഉണ്ടായിരുന്നു. ഷാക്കിബുൽ ഹസൻ പോലും ഗ്രൗണ്ടിൽ ആ രീതിയിൽ അഗ്രഷൻ കാണിക്കുമ്പോൾ ഇദ്ദേഹം വളരെ സൈലൻ്റായി അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായി പൂർത്തിയാക്കിക്കൊണ്ട് പോകുന്നൊരു താരമാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഈ സീസണിലേക്ക് എടുത്തപ്പോൾ അവരുടെ വലിയ പദ്ധതികളായിരുന്നു. കാരണം ഒരു വിദേശ താരത്തെ അവർക്ക് വേണം. ആ വിദേശ താരം ബോളർ മാത്രമല്ല ഈ ഡെത്ത് ഓവറുകൾ എറിയുക എന്നുള്ളത് ഒരു പ്രത്യേക ടെക്നിക്കാണ്. ആ ടെക്നിക്ക് നോക്കുമ്പോൾ ഡെത്ത് ഓവറിലെ വേരിയേഷൻസ് കൊണ്ട് വളരെ ശ്രദ്ധേയമാണ് മുസ്താഫിസുർ റഹ്മാൻ്റെ പന്തുകൾ. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം BCCI ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ പേരിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വേട്ട നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പേരിൽ ഇദ്ദേഹത്തെ
അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തേണ്ട, അതായത് IPL കളിക്കേണ്ട, അദ്ദേഹത്തിന് പകരം വേണമെങ്കിൽ വേറെ താരങ്ങളെ ഉപയോഗിക്കാമെന്ന രീതിയിൽ BCCI നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം KKR ടീമിൽ, അതായത് IPL കളിക്കുന്നില്ല എന്ന രീതിയിലേക്ക് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ KKRനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ഒപ്പം തന്നെ ഈ പൊളിറ്റിക്കൽ മാനം അതിന് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഷാറൂഖ് ഖാൻ്റെ നാവരിയുന്നവർക്ക് 1 ലക്ഷം രൂപ നൽകുമെന്നുള്ള പരാമർശങ്ങളുമായി ഹിന്ദു മഹാസഭ വരുന്നു. അതുപോലെ BJPയും ഷാറൂഖ് ഖാൻ രാജ്യദ്രോഹിയാണെന്ന് പറയുന്നു. ഷാറൂഖ് ഖാൻ KKRന്റെ അതെ, ഷാറൂഖ് ഖാന്റെ പിന്നെ KKR അതായത് ഈ കളിക്കാരനെ വെച്ചിട്ട് ഷാറൂഖ് ഖാനെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് ഇതിനിടെ വന്നിരുന്നു കാര്യങ്ങൾ. അപ്പം ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ കളിക്കളത്തിലേക്ക്, അതായത് കളത്തിന് പുറത്തെ വിവാദങ്ങൾ കളിക്കളത്തിലേക്കും വരുന്നു എന്നുള്ളത് തന്നെയാണ് അത് തീർച്ചയായും ആശങ്ക ജനിപ്പിക്കുന്നതാണ്. ഉറപ്പായിട്ടും അതിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും വലിയ രീതിയിലുള്ള ഇത് തന്നെയാണ് അതിലെടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം മുസ്താഫിസുറിനെ പുറത്താക്കിയ ദിവസം തന്നെ അന്ന് രാത്രി തന്നെ അവർ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അടിയന്തരമായിട്ട് അവർ ക്രിക്കറ്റ് ബോർഡ് ഒരു യോഗം ചേർന്നിട്ടുണ്ട്. പ്രസിഡന്റ് അമിനുൽ ഇസ്ലാമാണ്. നമുക്കറിയാം ബംഗ്ലാദേശിൻ്റെ പഴയ പ്ലെയർ കൂടിയാണ് അമിനുൽ ഇസ്ലാം. അദ്ദേഹമാണ് ഇപ്പോൾ പ്രസിഡന്റ് അമിനുലാണ്. അവരുടെ നേതൃത്വത്തിൽ അടിയന്തരമായിട്ട് കഴിഞ്ഞ ദിവസം രാത്രി, ശനിയാഴ്ച രാത്രി ഒരു യോഗം ചേർന്ന് സർക്കാരിനോട് അവർ കൃത്യമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും പറയുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ലോകകപ്പിലെ ബംഗ്ലാദേശിൻ്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റണമെന്ന വലിയൊരു ആവശ്യം ബംഗ്ലാദേശ് സർക്കാരും ക്രിക്കറ്റ് ബോർഡും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇന്ത്യ ഔദ്യോഗികമായിട്ട് അവർ അറിയിക്കും, ഒപ്പം തന്നെ ICC അവർ അറിയിക്കുമെന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം ലോകകപ്പിന് ഇനി 1 മാസം മാത്രമാക്കി. ഫെബ്രുവരി 7 ലോകകപ്പ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടക്കും. അതിൽ തന്നെ ലീഗ് ഘട്ടത്തിൽ ബംഗ്ലാദേശിൻ്റെ 4 മത്സരങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിൽ 3 മത്സരം കൊൽക്കത്തയിലെ ഇഡൻ ഗാർഡൻസിലും, 1 മത്സരം നേപ്പാളിനെതിരായ 1 മത്സരം മുംബൈ വാങ്കഡയിലുമാണ്. അപ്പോൾ ആ 4 മത്സരങ്ങളും മാറ്റി ശ്രീലങ്കയിലേക്ക് മാറ്റി വെക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഉടനെ ഒരു വേദിമാറ്റം, അതായത് 1 മാസം മാത്രം എത്തി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു വേദിമാറ്റം, പ്രത്യേകിച്ച് 4 മത്സരങ്ങളൊക്കെ മാറ്റുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല. മാത്രമല്ല ഇന്ത്യയുടെ പാകിസ്ഥാനെതിരായ മത്സരം ഉൾപ്പെടെ നടക്കാൻ പോകുന്നത് ശ്രീലങ്കയിലാണ്, പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര പ്രശ്നങ്ങളും മറ്റുമൊക്കെ കാരണം. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് വിവാദങ്ങൾക്കിടയിലാണ് ബംഗ്ലാദേശും ഒരു കടുംപിടുത്തം പിടിക്കുന്നത്, ഇന്ത്യയിൽ ഞങ്ങൾ കളിക്കാനില്ല എന്നുള്ള സാഹചര്യം പറഞ്ഞുകൊണ്ട്. അവർ അതിനൊരു റീസണായിട്ട് പറയുന്നത്, കരാറുള്ള ഒരു താരത്തിന് ഇന്ത്യയിൽ കളിക്കാൻ സുരക്ഷയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ മുഴുവൻ സംഘങ്ങളും മുഴുവൻ ടീമും വന്ന് ഇന്ത്യയിൽ കളിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ സുരക്ഷയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ വലിയ ആശങ്കയൊന്നും വേണ്ട. കാരണം ഇതിനു മുമ്പും ഇപ്പോൾ 2023 വേൾഡ് കപ്പിൽ ഇത്തരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ വരുന്നതിന് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ വന്നു കഴിഞ്ഞാൽ ആക്രമിക്കുന്ന അടക്കം വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളും, സ്റ്റേഡിയത്തിൽ സ്ഫോടനം നടക്കുമുള്ള വലിയ പ്രകോപനങ്ങളും മറ്റുമൊക്കെ പല പാർട്ടിക്കാരും മറ്റുമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പാകിസ്ഥാൻ വന്നു. ഞാൻ ആ മാച്ച് റിപ്പോർട്ട് ചെയ്യാനും പോയിട്ടുണ്ടായിരുന്നു അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ. ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന കാണിക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് പാകിസ്ഥാൻ കളിച്ചു, അവർ പരാജയപ്പെട്ടു, അവർ പോയി. അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള കാണിക്കൂട്ടത്തിനിടയിൽ നിന്നുള്ള ചില വാക്കുകളും പ്രകോപനങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഓപ്പോസിറ്റ് ഏത് ടീമായാലും സ്വന്തം ടീമിൻ്റെ ആരാധകർ എതിർ ടീമിനെ കൂക്കി വിളിക്കുകയും മറ്റു പരിപാടികളുണ്ടാവും. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പാകിസ്ഥാൻ വന്നു, കളിച്ചു, അവർ പരാജയപ്പെട്ടു, അവർ മടങ്ങുകയും ചെയ്തു. അപ്പം അത്തരത്തിൽ ഇന്ത്യയിൽ എന്തായാലും സ്റ്റേഡിയത്തിനകത്തൊരു സുരക്ഷയുടെ പ്രശ്നം നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ ബംഗ്ലാദേശ് ഈ ഒരു അവസരം അവർ മുതലെടുക്കുകയാണ് പല രീതിയിൽ. പക്ഷേ അതിൽ ഒരു അവസരം മുതലെടുക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. അവരുടെ വാദത്തിലൊരു വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. അതായത് കരാറുള്ളൊരു കളിക്കാരനെ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് വേണ്ട, നിങ്ങൾ കളിക്കാൻ വരണ്ട, സുരക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അത് സുരക്ഷ എന്നുള്ള, അതായത് കാണികൾ വരുന്ന സമയത്ത് എല്ലാവർക്കും പോലീസും മറ്റുമൊക്കെ ഉണ്ട്, സുരക്ഷ ഒരുക്കുന്നു, കളിക്ക് സുരക്ഷ ഒരുക്കുന്നു എന്നല്ല. അവിടെ ഒരു പൊളിറ്റിക്കൽ റീസൺ ആണ്. കാരണം അതാണ് ഏറ്റവും പ്രധാനം. ആ സുരക്ഷ എന്നുള്ളത് ഇൻവെർട്ടഡ് കൊമൻ വായിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ അവിടെ അങ്ങനെ നോക്കുമ്പോൾ ബംഗ്ലാദേശ് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം ഇപ്പോൾ ഇന്ത്യ ഇതുപോലെ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ കളിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് UAE-യിലേക്ക് ഇന്ത്യയുടെ വേദി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിലും ഇങ്ങനെ വേദി മാറ്റൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഇന്ത്യ പലപ്പോഴും പല ടീമുകൾക്കും സംഘടനകൾക്കും വഴങ്ങാറില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ഒരു അപ്രമാദിത്വം നമ്മൾ പലപ്പോഴും ഈ ICC-യിൽ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നിലവിലെ ICC തലവനും ഇന്ത്യക്കാരൻ തന്നെയാണല്ലോ, ജയ്ഷയാണ്. അപ്പോൾ അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് മുൻപുള്ള വിവാദങ്ങൾക്ക് ശേഷം പിന്നീട് സ്ഥിരമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ നടക്കുന്നു. അതിലൊരു മുടക്കം പിന്നീട് വന്നത് 99-ലെ കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ്. പിന്നീട് വാജ്പേയിയൊക്കെ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ കളിക്കുന്നു. 2008-ലെ മുംബൈ ഭീകരാക്രമണം ആണ് ഈ സ്ഥിതി മൊത്തം വഷളാക്കിയത്. പിന്നീട് ഒരു തരത്തിൽ പോലും പാകിസ്ഥാനുമായിട്ട് കളിക്കാനില്ല എന്നുള്ള രീതിയിൽ പോകുന്നു. പക്ഷേ അതിനുശേഷവും പാകിസ്ഥാൻ കളിക്കാൻ വന്നിട്ടുണ്ട്, ഇന്ത്യയും കളിക്കുന്നുണ്ട്. ഇന്ത്യ പിന്നീട് പാകിസ്ഥാനിൽ പോയിട്ടില്ലെങ്കിൽ പോലും പാകിസ്ഥാൻ പലപ്പോഴും സമ്മർദ്ദത്തിന് വഴങ്ങി ഇവിടെ വന്ന് കളിച്ചിട്ടുണ്ട്. പക്ഷേ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം
ഒരു തരത്തിൽ പോലും ഒരു മത്സരവും വേണ്ട എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. ന്യൂട്രൽ വെന്യൂലാണെങ്കിൽ പോലും നമ്മൾ പരസ്പരം കൈകൊടുക്കാത്ത രീതിയിൽ പോലും ആ കാര്യങ്ങളിലേക്ക് പോകുന്നു. കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഉണ്ടായ വിവാദങ്ങൾ എന്ന് പറയുക UAE-ലാണ് മത്സരം നടക്കുന്നത്, ഇന്ത്യയുടെയോ പാകിസ്ഥാൻ്റെയോ വേദിയല്ല. പക്ഷേ എന്നിട്ട് പോലും അവിടെ വെച്ച് നമ്മൾ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഹസ്തദാനം നടത്താത്ത രീതിയിലുള്ള വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള കലുഷിതമാക്കുകയാണ്. അപ്പോൾ നമുക്ക് തൊട്ടയൽ രാജ്യങ്ങളായ പാകിസ്ഥാനും ഇപ്പോൾ ബംഗ്ലാദേശും അത്തരത്തിലുള്ള കടുത്ത നിലപാടുകൾ എടുക്കുമ്പോൾ ഈ ബിലാറ്ററൽ സീരീസ് ഉൾപ്പെടെ ഇപ്പോൾ അതിൽ തന്നെ ഇന്ത്യക്കിനി സെപ്റ്റംബറിലാണ് ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനം. അതിനകത്ത് 3 ഏകദിനവും 3 T20യും ഉണ്ട്. ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ച മത്സരമാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ബംഗ്ലാദേശ് ഇത്തരത്തിലുള്ള നിലപാടെടുക്കുകയാണെങ്കിൽ ഇന്ത്യ എന്തായാലും ബംഗ്ലാദേശിലേക്ക് പോകുന്നില്ല എന്ന് പറയും. ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിൽ പോകുന്നില്ല, ഇന്ത്യക്ക് പോകുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇന്ത്യയെ ഹോസ്റ്റ് ചെയ്യാൻ ഒരുപാട് ക്രിക്കറ്റ് അസോസിയേഷനുകൾ മുന്നോട്ട് വരികയും ചെയ്യും. അപ്പോൾ അതിൽ നഷ്ടം ബംഗ്ലാദേശിനായിരിക്കും. പക്ഷേ ഇന്ത്യയും ഇത്തരത്തിലൊരു കടുത്ത നിലപാടുകൾ എടുക്കുകയാണെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വഷളാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ബംഗ്ലാദേശുമായിട്ടുള്ള ഇഷ്യൂ വഷളാകുകയാണെങ്കിൽ അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള സ്പർദ്ധകളും മറ്റൊക്കെ വരികയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ഏഷ്യ കപ്പ് പോലെയുള്ള ഇപ്പോൾ പാകിസ്ഥാനെതിരായ സെയിം സാധനങ്ങൾ അടുത്ത് വരുന്ന ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശും അത്തരത്തിൽ ഇല്ല, ഞങ്ങൾ ഇന്ത്യക്കെതിരെ കളിക്കുന്നില്ല, ഞങ്ങൾ ഇന്ത്യക്ക് കൈ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു പ്രശ്നമായിട്ടും വരും. കാരണം ഇന്ത്യ ബംഗ്ലാദേശ് നഷ്ടം തന്നെയായിരിക്കും. ഇന്ത്യ കളിക്കാൻ ചെന്നിട്ടില്ലെങ്കിൽ ബംഗ്ലാദേശ് മാത്രമായിരിക്കും നഷ്ടം സാമ്പത്തികമായിട്ടും. കാരണം ഇന്ത്യ ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ശക്തിയാണ്. തീർച്ചയായിട്ടും അവർക്ക് തന്നെയായിരിക്കും നഷ്ടം. പക്ഷേ ഇവിടെ BCCI ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം, BCCI ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ, അതായത് കളത്തിന് പുറത്തുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അതിൻ്റെ പുറത്തൊരു കളിക്കാരൻ്റെ കരാർ റദ്ദാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. അതായത് ബംഗ്ലാദേശിൽ നിന്നാകെ ഒരു കളിക്കാരൻ മാത്രമേ IPL കളിക്കുന്നുള്ളൂ. അതും പിന്നെ ഈ മുസ്താഫിസുർ റഹ്മാൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം IPL പല ടീമുകൾക്കായിട്ട് കളിച്ചിട്ടുണ്ട്. അതെ, ഡൽഹിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, CSKക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. നേരത്തെ ധോണിയുടെ ആ ഒരു CSKക്ക് വേണ്ടി കളിച്ച സീസൺ നല്ല സീസണായിരുന്നു, അദ്ദേഹം മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. കഴിഞ്ഞ സീസണിൽ ഇതേപോലെ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തെ ആദ്യം ഈ IPL ഓപ്ഷനിൽ ഒരു ടീമും എടുത്തിരുന്നില്ല. ഡൽഹി അവസാനം 3 ലീഗ് ഘട്ടത്തിലെ 3 മത്സരം ബാക്കിയുള്ള സമയത്ത് അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ടായി, ഈ മെക്യൂർക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നു. വെറും 3 മത്സരമാണ്. 3 മത്സരത്തിന് അദ്ദേഹത്തിന് ലഭിച്ച തുക 6 കോടി രൂപയാണ്. അപ്പോൾ അത്രയും താരമൂല്യമുള്ള ഒരു കളിക്കാരനാണ്. അതായത് ഒരു ദിവസം അദ്ദേഹം ഈ ദുബായിൽ വെച്ച് ബംഗ്ലാദേശിന് വേണ്ടി കളിക്കുന്നു, പിറ്റേ ദിവസം തന്നെ ഡൽഹിക്ക് വേണ്ടി ഇവിടെ ഇന്ത്യയിൽ വന്ന് കളിക്കുന്നു. അതായത് 24 മണിക്കൂറിനുള്ളിൽ 2 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രശംസകളും മറ്റൊക്കെ. അതെ 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 ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ പിന്നെ ആ ഒരു കളിക്കാരനെ മാറ്റി നിർത്തേണ്ട കാര്യം ശരിക്കും കളത്തിന് പുറത്തെ വിവാദങ്ങൾ കളിക്കളത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം BCCIക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക്. പിന്നെയുള്ളത് ഇതിൽ വേറൊരു കാര്യം എന്നുള്ളത്, ഇതുപോലെ മുമ്പ് ഇപ്പം ന്യൂട്രൽ വെന്യൂ വേണം എന്നുള്ള രൂപത്തിലുള്ള, അതായത് അത് അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ ബംഗ്ലാദേശ് ഈ ലോകകപ്പിൽ നിന്ന് പിന്മാറും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. 96 ലോകകപ്പിൽ 96 ലോകകപ്പിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ശ്രീലങ്കയായിരുന്നു ഈ ലോകകപ്പ് നേടിയിരുന്നത്. ശ്രീലങ്ക, ഇന്ത്യ, പിന്നെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 4 രാജ്യങ്ങളും സംയുക്തമായിട്ടായിരുന്നു ആ ലോകകപ്പ് സംഘടിപ്പിച്ചത്. ആ ലോകകപ്പിൽ ഇതേപോലെ തന്നെ ഈ കൊളംബോയിൽ പിന്നെ കൊളംബോ ഹോസ്പിറ്റലിൽ ഒരു വലിയ ബോംബ് സ്ഫോടനം നടക്കുന്നു ഈ ലോകകപ്പിന് തൊട്ട് മുമ്പ്. ആ സമയത്ത് ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും ഞങ്ങൾ ശ്രീലങ്കയിൽ മത്സരം കളിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ICCയോട് പറയുന്നു. അത് ഞങ്ങൾക്ക് സുരക്ഷയില്ല, അതുകൊണ്ട് ശ്രീലങ്കയിൽ ഞങ്ങൾ മത്സരം കളിക്കാനില്ല എന്ന് പറഞ്ഞ് ICCക്ക് കത്ത് കൊടുക്കുന്നു. അവസാനം പിന്നെ ICC ആ സമയത്ത് തീരുമാനിച്ചൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതായത് ഇവർ കളിക്കാൻ വരുന്നില്ലെങ്കിൽ ആ കളിയിൽ ശ്രീലങ്ക ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ആ മത്സരങ്ങൾ വാക്ക് ഓവർ കൊടുക്കുന്നു. ശ്രീലങ്കയ്ക്ക് വാക്ക് ഓവർ കൊടുക്കുന്ന ശക്തമായൊരു നിലപാടായിരുന്നു അന്ന് സ്വീകരിച്ചത്. അപ്പോൾ അങ്ങനൊരു ചരിത്രം അവിടെയുണ്ട്. ഒരു ടീം വന്നിട്ടില്ലെങ്കിൽ ആ ടീമിന്, അതായത് ബംഗ്ലാദേശ് ഇന്ത്യയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അങ്ങനൊരു ക്ലോസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ചരിത്രം മുമ്പുണ്ട്. അതിനുശേഷം പാകിസ്ഥാനെതിരെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പാകിസ്ഥാനെതിരെയുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന 90കളിലും, അതായത് 80കളിലും 90കളിലൊക്കെ ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയൊരു റൈവൽറി ആയിരുന്നു ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ളത്. നമുക്കറിയാം ജാവേദ് മിയാന്താദിൻ്റെ തവളച്ചാട്ടം നമ്മുടെ മനസ്സിലുണ്ട്, ചേതൻ ശർമ്മയെ 6 അടിച്ചുകൊണ്ടുള്ള തവളച്ചാട്ടം, പിന്നെ ആമിർ സുഹൈലിനെ ബൗണ്ടറി ലൈനിൽ, അതായത് ഔട്ടാക്കിയതിനു ശേഷം പവലിയനിലേക്ക് കൈ ചൂണ്ടിയ വെങ്കടേഷ് പ്രസാദിൻ്റെ ആ ശൗര്യം നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരുപാട് സച്ചിൻ ടെണ്ടുൽക്കറുടെ ഇന്നിങ്സുകൾ നമ്മുടെ മനസ്സിലുണ്ട്. പിന്നെ പ്രകടനങ്ങൾ, അതെ, ഒരുപാട് പ്രകടനങ്ങൾ. ഷോയിബ് അക്തർ എന്ന താരം ഉദയം ചെയ്തത് പോലും സച്ചിനെയും രാഹുൽ ദ്രാവിഡിനെയും ക്ലീൻ ബോൾഡ് ആക്കിയ 2 പന്തുകളിലൂടെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് റീസെന്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിരാടിന്റെ പെർഫോമൻസ് അത്തരത്തിൽ ഒരുപാട്. ഇപ്പോൾ റീസെന്റ് ആയിട്ടും വിരാട് കോഹ്ലിയുടെ പെർഫോമൻസ് ഉണ്ട്. സൽമാൻ ഭട്ട് എന്ന പിന്നെ താരം അദ്ദേഹം കുറഞ്ഞ കാലേ കളിച്ചിട്ടുള്ളൂ എങ്കിലും 2010-11 ആ സമയത്ത് അദ്ദേഹം ഇന്ത്യക്കെതിരെ ഒരു സെഞ്ചുറി നേടിയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാകിസ്ഥാനെതിരെയുള്ള മത്സരങ്ങളിൽ വലിയ ഫൈറ്റുകൾ ഉണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ അത് ഇല്ലാതാവുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ റീസൺ വെച്ച് 2 രാജ്യം കളിക്കളത്തിലേക്ക് കൊണ്ടുവരണോ എന്നുള്ളത് എപ്പോഴും വിവാദമായ ചോദ്യമാണ്. പക്ഷേ കളിക്കളത്തിലേക്ക് ഇങ്ങനെ
ഇങ്ങനെയുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വാദം. ഉറപ്പായിട്ടും. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് എന്ന് പറയാനുള്ളത്, ഇപ്പോൾ അന്നത്തെ വിവാദങ്ങൾക്കും മറ്റൊക്കെ ശേഷം പാകിസ്ഥാൻ താരങ്ങൾക്ക് നമ്മൾ IPL നിന്ന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം. ഇതുപോലെ ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു, ഒരു താരത്തിൻ്റെ കോൺട്രാക്റ്റ്, ലേലത്തിലെടുത്തൊരു താരത്തിൻ്റെ കോൺട്രാക്റ്റ് റദ്ദാക്കി കളയുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് ബംഗ്ലാദേശ് താരങ്ങൾക്കും IPL ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ വരുന്ന സീസണുകളിൽ ബംഗ്ലാദേശ് താരങ്ങൾക്കും IPL വിലക്കേർപ്പെടുത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കണ്ടറിയണം. അതിനുള്ള സാഹചര്യം കാണുന്നില്ല. ആക്ച്വലി ബംഗ്ലാദേശ് താരങ്ങൾ ആരെയും IPL എടുക്കാറില്ല എന്നുള്ളതാണ് വളരെ കുറച്ച് players ഏ ഉള്ളൂ. ബംഗ്ലാദേശിൽ നിന്നും IPL കളിച്ച ടീം ഷാക്കിബുൽ ഹസനും പിന്നെ നമ്മുടെ മഷ്റഫെ മുർത്താസ് ഏതോ ഒരു സീസണിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ മുസ്താഫിസുർ റഹ്മാൻ. ആകെ ഈ കഴിഞ്ഞ ഈ 18 കൊല്ലമായി IPL നടക്കുന്നുണ്ട്. ഇതിനകത്ത് ആകെ 4-5 പേര് മാത്രമല്ലാതെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ ഒരു കാലത്തും എടുത്തിരുന്നില്ല. മുഷ്ഫിഖുർ റഹീം നമുക്കറിയാം, ബംഗ്ലാദേശിൻ്റെ വിക്കറ്റ് കീപ്പറാണ്, ഇതിഹാസതുല്യനായ വിക്കറ്റ് കീപ്പറാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം 2008 മുതൽ 2018 അല്ലെങ്കിൽ ആ ഒരു 10-15 കൊല്ലം അദ്ദേഹം സ്ഥിരമായിട്ട് IPL ഇത് രജിസ്റ്റർ ചെയ്യാറുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പോലും അദ്ദേഹത്തെ എടുക്കാറില്ലാത്ത സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് എടുക്കാതിരുന്നത്, അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഇന്ത്യയെ ട്രോളിക്കൊണ്ടുള്ള എന്തെങ്കിലും IPL ട്രോളിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന അദ്ദേഹം പങ്കുവെക്കാറുണ്ട്. ബംഗ്ലാദേശിലെ പ്രതിഭകളുടെ ഇല്ലായ്മ കൊണ്ടൊന്നുമല്ല, പക്ഷേ സംതിങ്, അതായത് അവർക്ക് യൂട്ടിലിറ്റി നോക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഷാക്കിബുൽ ഹസൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബോളറാണ്, ഓൾറൗണ്ടറാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ കൊൽക്കത്ത ഒരുപാട് വർഷം കളിച്ചിട്ടുണ്ട്. പിന്നെയുള്ളൊരു ചരിത്രം കൃത്യമായിട്ടില്ല. പിന്നെയുള്ളത് ഈ മുസ്താഫിസുർ റഹ്മാനാണ്. അപ്പം കുറഞ്ഞ കളിക്കാരേ ഉള്ളൂ. അപ്പം ഈ പിന്നെ ബംഗ്ലാദേശിൽ നിന്നും കളിക്കാരെ വിലക്കിയാലും അത് വലിയൊരു സംഭവമായും വരില്ല. കാരണം എന്ന് വെച്ചാൽ അത്ര വേറൊരു രാജ്യത്ത് ഇപ്പം ഓസ്ട്രേലിയൻ ടീമിൽ നിന്നുള്ള ആളുകളെ വിലക്കുകയാണെങ്കിൽ ഓക്കെ, അത് വലിയ രീതിയിൽ ബാധിക്കും മറ്റു രാജ്യങ്ങൾ. പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ വിലക്കി, പക്ഷേ ആ ഒരാൾ വിലക്കി എന്നുള്ളത് പോലും രാഷ്ട്രീയപരമായിട്ട് അതാണ് അതിൻ്റെ ഒരു പിന്നെ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നത്. അത് എത്രത്തോളം പിന്നെ IPL കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരുടെ പ്ലാൻ മൊത്തം പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നമ്മൾ IPL മാറ്റി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുമ്പോഴും ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കളിക്കളത്തിലെയും ബാധിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തായാലും രാഷ്ട്രീയം ഗ്രൗണ്ടിലേക്ക് വരരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ഒരു പൊതു അഭിപ്രായം എന്ന് പറയുന്നത്. എന്തായാലും പ്രേക്ഷകർക്കും ഇക്കാര്യത്തിൽ വിരുദ്ധാഭിപ്രായങ്ങൾ ഉണ്ടാകും. ഡോക്ടർ ഹഫ്സാനിക്കയാണ്. മറ്റൊരു ദിവസം വീണ്ടും കാണാം. നമസ്കാരം.